മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ നീക്കങ്ങൾക്ക് അരങ്ങൊരുങ്ങുന്നു. പാർലമെന്റിലെ നിർണായക ബില്ലുകളും രാഷ്ട്രീയ സമവാക്യങ്ങളും ചർച്ചയാകുന്നതിനിടെ പുതിയ അഭ്യൂഹങ്ങളും. എന്താണ് മഹാരാഷ്ട്രയിലെ പുതിയ രാഷ്ട്രീയ ചിത്രം? റിപ്പോർട്ട് കാണാം. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വീണ്ടും നിർണായക ചർച്ചകൾക്ക് വഴിവെച്ച് NCPയുടെ പുനരേകീകരണ സാധ്യതകൾ സജീവമാകുന്നു. ശരത് പവാർ നയിക്കുന്ന NCP വിഭാഗത്തെ NDAയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ BJP ശക്തമാക്കിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ NCPയുടെ രണ്ട് വിഭാഗങ്ങളും ഒന്നിച്ച ശേഷമേ NDA സഖ്യത്തിലേക്ക് സ്വാഗതം ചെയ്യൂ എന്ന നിലപാടിലാണ് BJP എന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. 2023 ജൂലൈയിൽ അജിത് പവാറും അദ്ദേഹത്തെ പിന്തുണച്ച നിരവധി MLAമാരും NCP വിട്ട് BJP ഏക്നാഥ് ഷിൻഡെ സഖ്യ സർക്കാരിലേക്ക് ചേർന്നതോടെയാണ് പാർട്ടി ഔദ്യോഗികമായി രണ്ടായി പിരിഞ്ഞത്. തുടർന്ന് പാർട്ടിയുടെ പേരും തെരഞ്ഞെടുപ്പ് ചിഹ്നവും അജിത് പവാർ വിഭാഗത്തിനാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധിച്ചു. അതോടെ ശരത് പവാർ നേതൃത്വം നൽകുന്ന വിഭാഗം NCP എന്ന പേരിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ അടുത്തിടെ NCPയുടെ ഇരു വിഭാഗങ്ങളിലെയും നേതാക്കളും ഭരണപക്ഷത്തിലെ പ്രമുഖരും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് പിന്നാലെ പാർട്ടി വീണ്ടും ഒന്നിക്കുമോ എന്ന ചർച്ചകൾ ശക്തമായി. ഈ സാഹചര്യത്തിലാണ് ലയനശേഷം NDAയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത BJP പരിശോധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ശരത് പവാറിനെയോ അദ്ദേഹത്തിന്റെ അടുത്ത അനുനായികളെയോ മാത്രം സഖ്യത്തിലേക്ക് ക്ഷണിക്കുന്നതിൽ BJPക്ക് താല്പര്യമില്ലെന്നും പാർട്ടി ഒന്നാകുന്നതാണ് മുൻഗണനയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം മഹാരാഷ്ട്രയിൽ BJPക്കും ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്കുമൊപ്പം ഭരണത്തിൽ പങ്കാളിയായ അജിത് പവാർ വിഭാഗം ദേശീയ രാഷ്ട്രീയത്തിലും കൂടുതൽ പങ്കാളിത്തം ആഗ്രഹിക്കുന്നതായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏപ്രിലിൽ രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത പാർത്ഥ് പവാറിനെ കേന്ദ്ര മന്ത്രിസഭാ വികസനത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് പാർട്ടിയുടെ ആവശ്യം. നിലവിൽ അജിത് പവാറിന്റെ ഭാര്യ സുനീത്ര പവാർ രാജ്യസഭാ അംഗവും NCP അധ്യക്ഷയുമാണ്. ഇതിനിടെ പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര ഭിന്നതകളുണ്ടെന്ന റിപ്പോർട്ടുകൾ അടുത്തിടെ പ്രചരിച്ചെങ്കിലും മുതിർന്ന നേതാക്കളായ പ്രഫുൽ പട്ടേലും സുനിത് തത്കരിയും അത് തള്ളിക്കളഞ്ഞിരുന്നു. പാർട്ടി ഐക്യത്തോടെയാണ് മുന്നോട്ടു പോകുന്നതെന്നാണ് അവരുടെ വിശദീകരണം. ഈ രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഈ സമ്മേളനത്തിൽ ഭരണഘടനയുടെ 131 ഭേദഗതി ബിൽ അവതരിപ്പിക്കാനാണ് NDA സർക്കാരിന്റെ നീക്കം. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 വർദ്ധിപ്പിക്കാനും പുതിയ മണ്ഡല പുനർനിർണയം നടപ്പാക്കാനുമാണ് ബിൽ ലക്ഷ്യമിടുന്നത്. നിലവിൽ NCPക്ക് ലോക്സഭയിൽ 8 MPമാരും രാജ്യസഭയിൽ 1 അംഗവുമുണ്ട്. അതിനാൽ സുപ്രധാന നിയമനിർമ്മാണ വിഷയങ്ങളിൽ അവരുടെ പിന്തുണയോ കുറഞ്ഞത് നിഷ്പക്ഷ നിലപാടോ പോലും കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയമായി നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. മണ്ഡല പുനർനിർണയ വിഷയത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സീറ്റുകളുടെ എണ്ണം 50% വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള നിർദ്ദേശം വന്നാൽ അതിനെ എതിർക്കില്ലെന്ന് NCP പ്രവർത്തക അധ്യക്ഷയും ബരാമതി MPയുമായ സുപ്രിയ സുലെ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുമായി ചർച്ച ചെയ്ത ശേഷമേ എടുക്കൂ എന്നും ഇതുവരെ പാർട്ടി ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. അതേസമയം NCP NDAയിലേക്ക് ചേക്കേറുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾക്കും സുപ്രിയ സുലെ വ്യക്തമായ നിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ലെന്നും അവർ ആവർത്തിച്ചു. NCPയുടെ പുനരേകീകരണം യാഥാർത്ഥ്യമാകുമോ? അതിനു പിന്നാലെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും പുതിയ സഖ്യ സമവാക്യങ്ങൾ രൂപപ്പെടുമോ എന്നതാണ് ഇനി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്.